സ്നേഹ എന്നെ വിളിച്ചിരുന്നു. സച്ചിയെ വിളിച്ചിട്ട് കോൾ എടുത്തില്ലെന്ന് പരിഭവം പറഞ്ഞു. സച്ചി എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞാനങ്ങ് ഓടിപ്പോയിട്ടില്ലെന്ന് സ്വാതിക്ക് പറയാറുന്നില്ലേ? അവർക്കറിയേണ്ടത് അത് മാത്രം. പിന്നെ അവർക്ക് ടെൻഷൻ ആവില്ലടാ. നാളെ നീ ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് വരെ അവരുടെ ഉള്ളിലെ പേടി മാറില്ല. എത്ര മണിക്കാ നമ്മൾ പോകുന്നേ? ചടങ്ങുകളൊക്കെ രാത്രിയല്ലേ, ഉച്ചയോടെ നമുക്കെത്താം. അർച്ചനയുടെ വീട്ടുകാരും ആ സമയത്ത് എത്തുന്ന സന്ദീപ് എന്നെ വിളിച്ച് പറഞ്ഞത്. ചടങ്ങുകൾ കളർഫുൾ ആയിരിക്കും അല്ലേ സഞ്ജു? അതിനെന്താ സംശയം? നാളത്തേത് ആഘോഷരാവല്ലേ. സച്ചി ഒന്ന് സ്മാർട്ടായ മതിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇരുവശത്തുനിന്ന് പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കുന്നില്ലേ? കല്യാണ ഒരുക്കങ്ങളുമായി എവിടേക്കാണോ പോകേണ്ടത് അവിടേക്കൊക്കെ ഞാൻ വന്നില്ലേ? വീണ്ടും ഉപദേശങ്ങളിലേക്ക് പോകരുതെന്ന് ഒരു അപേക്ഷയുണ്ട്. സോറി സച്ചി, സച്ചിയുടെ മൂഡ് കണ്ട് പറഞ്ഞു പോയതാ. നീ ഒന്ന് താഴേക്ക് വാ. നിനക്കൊരു പ്രശ്നവുമില്ലെന്ന് ഇവിടെയുള്ളവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാം. നീ എൻ്റെ കൂടെ വാ. വാടാ. ഞാനങ്ങല്ലടാ, നിങ്ങൾ എന്നെ വിട്ടേക്ക്. ഇതൊക്കെ കൊണ്ടാ സ്വാതി ഓരോന്ന് പറയുന്നത്. എടാ, നമ്മളൊരു വേഷം കെട്ടാൻ ഇറങ്ങിയാലേ അത് ആടി തന്നെ തീർക്കണം. കാണാൻ വന്നിരിക്കുന്നവർക്ക് വേഷക്കാരന്റെ മാനസികാവസ്ഥ അറിയില്ല. എന്തിനാ നമ്മളായിട്ട് അത് അറിയിച്ചു കൊടുക്കുന്നത്? അത് തന്നെയാടാ ജീവിതം. നീ ഞങ്ങളുടെ കൂടെ ഒന്ന് വാ. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയൊക്കെ താഴെയുണ്ട്. അവർ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ പോവല്ലടാ. നീ ഒന്ന് വന്നേ. അപ്പോ കല്യാണത്തലേന്ന് ആരൊക്കെയാ വരുന്നത്? നാളെയാ പോവേണ്ടത്. പിറ്റേന്ന് കല്യാണം കഴിഞ്ഞാൽ മുടക്കമുള്ളൂ. ഞാനില്ല. ഞാനുമില്ല വല്യേച്ചി. ഞാൻ വരുന്നുണ്ട് അച്ഛാ. സച്ചിയുടെ കല്യാണത്തിന് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ദിനേശേട്ടൻ തിരിച്ചെത്താതെ ഞാനെങ്ങനെ വരാനാ? അവന്റെ കല്യാണത്തിന് എനിക്ക് വരണമെന്നുണ്ട്. നാളെ രാത്രിയെങ്കിലും ദിനേശേട്ടൻ എത്തിയാ മതിയായിരുന്നു. പിറ്റേന്നത്തെ കല്യാണത്തിനെങ്കിലും പങ്കെടുക്കായിരുന്നു. അപ്പോ നാളെ ഇവിടെ നിന്ന് പോവാൻ നിങ്ങൾ 3 പേരും ഇല്ലേ? ഇല്ലാന്ന് പറഞ്ഞത് അമ്മ കേട്ടില്ലേ? വരാൻ മനസ്സില്ലാത്തവര് വരണ്ട ബസുമതി. ആര് വന്നില്ലെങ്കിലും അവന്റെ കല്യാണം നടക്കും. കൂടെയുള്ള പയ്യനാണെന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. സച്ചിയും സഞ്ജുവും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ വീട്ടിൽ ആർക്കെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ ഈ വീട്ടിൽ നിന്നല്ലേ വിവാഹ സ്ഥലത്തേക്ക് പോകുന്നത്. അവൻ എന്ത് കരുതും? അങ്ങനെ കരുതുന്ന ആളാണെങ്കിൽ സച്ചി ഞങ്ങളെയും കല്യാണത്തിന് ക്ഷണിക്കില്ലേ? അങ്ങനെ ഉണ്ടായോ? അവനൊരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. അവൻ നമ്മുടെ കൂടെയല്ലേ ഉള്ളത്. എന്നാ കല്യാണം നടത്തുന്ന നമ്മളാണോ അമ്മേ? പിന്നെന്തിനും നെല്ലിശ്ശേരിക്കാര് ഇൻവിറ്റേഷൻ ലെറ്ററുമായി വീട് കയറി ഇറങ്ങണം? സഞ്ജുവും സച്ചിയും തമ്മിൽ മറ്റുള്ളവർക്ക് വ്യത്യാസമില്ലെങ്കിലും എനിക്കുണ്ട്. സഞ്ജു മുകുന്ദേട്ടന്റെ മകനാ, സച്ചി സേതുവേട്ടന്റെ. പിന്നെ അവന്തികയും സ്നേഹയും കല്യാണം ക്ഷണിക്കാൻ ഇവിടെ വന്നല്ലോ. നേരിട്ട് ക്ഷണം കിട്ടിയവർക്ക് പോകാം. അതെ, എന്നെ കവിത ആരും ക്ഷണിച്ചിട്ടില്ല. എന്താ, ഞങ്ങൾക്ക് വിലാസമില്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന അവരുടെ കുറ്റം വന്നു. അതെ, ഫോണിലൊന്ന് വിളിച്ചു പറയായിരുന്നു അച്ഛാ. അവന്തികയിൽ നിന്ന് അതുണ്ടായോ? ചുരുക്കി പറഞ്ഞ നിങ്ങൾ 2 പേരും കല്യാണത്തിന് വരാൻ തയ്യാറല്ല. അതെ, ക്ഷണിക്കാത്ത കല്യാണത്തിന് സദ്യ കൊണ്ടുള്ള ശീലം എനിക്കില്ല. സച്ചിയെ വശത്ത് പിടിക്കാൻ എന്റെ മകളെ അവർക്ക് വേണം. അവളുടെ അമ്മയായ ഞാൻ വേണ്ട. എന്നെ നാണം കെടുത്തിയതിന് തുല്യമാ. കണക്ക് തീർത്തു കൊടുക്കാൻ കാഞ്ചനിക്ക് ഒരവസരം വരും. നിനക്ക് അവസരം കിട്ടുമ്പോ നീ ചെയ്യേ. സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും കല്യാണത്തിന് അവരൊക്കെ ഉണ്ടാവും. അതിലെനിക്ക് ഉറപ്പുണ്ട്. അമ്മു വരുന്നുണ്ടോന്ന് ആരെങ്കിലും അവളോട് അന്വേഷിച്ചോ? അവളുടെ കാര്യം മാത്രം എല്ലാരും മറന്നു.
അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് അവളോട് ചോദിക്കാതിരുന്നത്. അമ്മു എങ്ങനെ വരാനാച്ചാ? അവളെ ആരും നിർബന്ധിക്കണ്ട. ശ്രീകുട്ടി അവളെ കൂട്ടാതെ പോവോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംഭവിക്കാം. അവന്റെ കല്യാണത്തിന് അവളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകാതിരിക്കുന്നേ നല്ലത്. അതെ, നിങ്ങൾ രണ്ടുപേരും വേണം അത് ശ്രീകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ. അവിടെ വെച്ച് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായാ കല്യാണം തന്നെ നടന്നെന്ന് വരില്ല. അതിനേക്കാൾ ഉപരി ഭാഗ്യം കേട്ട ഒരു അപശകുനം ആ പെണ്ണ്. ശ്രീകുട്ടിയുടെ വിവാഹ നിശ്ചയത്തിന് ഞാൻ അവളെ മാറ്റി നിർത്തിയതാ. എന്തെങ്കിലും ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ അവള് സച്ചിയുടെ തലയിൽ ഇരിക്കില്ലേ? അപശകുനവും ഭാഗ്യം കെട്ടവളും തന്നെയാ ഞാൻ. പക്ഷെ അതെനിക്ക് മാത്രം. ലച്ചുവിനറിയാവുന്നവർക്ക് ഞാൻ ഭാഗ്യം നൽകുന്നവളാ. നാട്ടിൽ എന്ത് മംഗളകർമ്മം നടന്നാലും ലച്ചുവിനെ വിളിക്കും. ആർക്കും ഞാൻ അപശകുനല്ല. കൂട്ടുകാരന്റെ വിവാഹം മംഗളായിട്ട് നടന്നാൽ മാത്രം മതി. അല്ലേല് എന്നെ പഴി പറയും. അത് കഴിഞ്ഞ ആർക്കും അപശകുനായി ഞാനുണ്ടാവില്ല. സുരഭി സിസ്റ്റർ ആണല്ലോ. പ്രകാശേട്ടൻ തിരിച്ചു വന്നു കാണും. ഹലോ അമ്മു, നീ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ? ഉണ്ട് സിസ്റ്റർ. ഒരു സമാധാനവും കിട്ടാതെ വന്നിട്ടാ ഞാൻ വിളിച്ചത്. ഞാനിവിടെ നേരെ മരിക്കുക സിസ്റ്റർ. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ ഒരു വഴി തെളിഞ്ഞോ? പ്രകാശേട്ടൻ എത്തുന്നവരെ നീ കാത്തിരിക്കണ്ട. നിന്നോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? നാളെ എനിക്ക് ഓഫാ. നീ നാളെ തന്നെ അവിടുന്ന് ഇറങ്ങി വാ. നിന്റെ കൂടെ ഞാനും വരാം. നിന്നെ അവിടെ സുരക്ഷിതമായി ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് ഞാൻ തിരിച്ചു വരൂ. അതിനു വേണ്ടത് പ്രകാശേട്ടൻ ചെയ്യും. നാളെ ഇവിടുന്ന് എല്ലാവരും ഒരു കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പോൾ ഇറങ്ങി വരാൻ സൗകര്യമായല്ലോ. പിന്നെ വിശദമായ ഒരു ലെറ്റർ കൂടി എഴുതി വെച്ചിട്ട് വേണം വരാൻ. നിനക്കൊരു നല്ല ജോലി കിട്ടി അവിടേക്ക് പോകുന്നു വേണം എഴുതാൻ. അത് വായിച്ചിട്ട് സ്വാതിക്ക് ആശ്വാസം ഉണ്ടാവണം. ആരും അന്വേഷിച്ച് വരണ്ടെന്ന് എഴുതണേ. എന്റെ പേരോ ഹൈറേഞ്ചിലേക്ക് പോകുന്നോ എഴുതാൻ പാടില്ല. കത്തെഴുതി വെച്ചിട്ട് ഞാൻ ഇറങ്ങുള്ളൂ. സിസ്റ്റർക്ക് ഒരു ദോഷവും വരില്ല. പിന്നെ എന്താ ഒരു സംശയം? നാളെ എപ്പോഴെവിടെയുള്ളവർ പോകുന്നതെന്നറിയില്ല. കല്യാണം മറ്റന്നാളാ. നാളെ എനിക്ക് ഉപവാസവും പൂജയും ഉണ്ട്. എന്നാ മറ്റന്നാത്തേക്ക് മാറ്റാം. നീ തിടുക്കം കാണിച്ചിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്നാ ഞാൻ മറ്റന്നാൾ ഇറങ്ങി വരാം. ആ, എന്തെങ്കിലും കാരണം കൊണ്ട് നാളെ ഇറങ്ങണമെന്ന് തോന്നിയാലും നീ എന്നെ വിളിക്ക്. ആ പിന്നെ ആ ഫോൺ കൊണ്ടുവരാതിരിക്കുന്നതാ നല്ലത്. സ്വാതി നിന്നെ തെരഞ്ഞു വരും. ആ ശരി സിസ്റ്റർ. എന്ന് നീ വെച്ചോ, ഞാൻ ഡ്യൂട്ടിയില. എന്തൊരു പാവം പെണ്ണ അവള്. സ്വാതിക്ക് വേണ്ടി പോവാൻ നേരം എന്തോ പൂജ നടത്തുവോ. ദൈവം അവൾക്കൊരു വഴി കാണിച്ചു കൊടുത്താൽ മതിയായിരുന്നു. കൂട്ടുകാരന്റെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കണം. അവസാന നിമിഷം എന്റെ പേര് പറഞ്ഞ് കല്യാണം മുടങ്ങരുത്. അതിനുവേണ്ടി ഉപവാസവും പൂജയും നടത്തിയിട്ട് വേണം പോവാൻ. ഇതാണ് വിവാഹ ഓഡിറ്റോറിയം. ഇതുള്ള ഭാഗം. എല്ലാവർക്കും ഇരുന്ന് വിവാഹം കാണാനുള്ള സൗകര്യമുണ്ട്. കൊള്ളാം മോനെ. അച്ഛാ, നാളെ ഹൽദിക്ക് പോകാനെങ്കിലും രാവിലെ ഇങ്ങോട്ട് വരാൻ അച്ഛൻ സച്ചിയെ വിളിച്ചൊന്ന് പറയണം. അവന്തികേട്ടത്തി പറഞ്ഞത് ശരിയാ. നമ്മൾ ഗസ്റ്റുകളെ പോലെ പോവേണ്ടി വരും. സച്ചേട്ടൻ മംഗലശ്ശേരിക്കാരോട് വന്ന് ഇറങ്ങുകയും ചെയ്യും. അത് നാണക്കേടാ അച്ഛാ.
പെൺവീട്ടുകാരോട് നമ്മൾ എന്തു പറയോ അച്ഛാ? ആരും ഒന്നും അറിയില്ലെന്ന് അച്ഛൻ കരുതണ്ട. ചടങ്ങിന്റെ വീഡിയോ കാണുമ്പോ മനസ്സിലാവും സച്ചി എങ്ങനെ വന്നേന്ന്. അച്ഛൻ വിളിക്കുന്നെങ്കിൽ സച്ചിയേട്ടനെ സഞ്ജുവിനെ വിളിച്ചിട്ട് കാര്യമില്ല, മുത്തച്ഛനെ വിളിക്കണം. അച്ഛാ, സ്പീക്കർ ഫോണിലിടണേ. സേതു, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? നാളെ ഇനി പുറപ്പെടുകയേ വേണ്ടു. പക്ഷേ അച്ഛാ. എന്താ സേതു ഒരു ആശങ്ക പോലെ? സച്ചിയെ രാവിലെ ഇങ്ങോട്ട് അയക്കണം. കുട്ടികൾക്ക് അവൻ്റെ കൂടെ ഹൽദിക്ക് പോകണമെന്നൊരാഗ്രഹം. അച്ഛൻ പറഞ്ഞാലേ അവൻ അനുസരിക്കൂ. സേതു പറഞ്ഞ ഞാൻ അവനോട് ആവശ്യപ്പെടും, അതിലൊരു സംശയവും വേണ്ട. പക്ഷേ സച്ചി വരുമെന്ന പ്രതീക്ഷ സേതുവിന് വേണ്ട. അച്ഛാ, വിവാഹം എടുത്തിട്ടും അവനെന്താ ഇങ്ങനെ കാണിക്കുന്നേ? അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രണയവിവാഹമായിരുന്നു അവൻ ആഗ്രഹിച്ചത്. അതിനവന് കഴിഞ്ഞില്ല. അച്ഛാ, അതെന്റെ കുറ്റമാണോ? അതിനു മുമ്പ് നിങ്ങൾ അവന്റെ വിവാഹം നിശ്ചയിച്ചില്ലേ? ഇതൊക്കെ ഒരു കാരണമായി പറയാൻ പറ്റുമോ അച്ഛാ? മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ അച്ഛാ? ഇവിടുന്ന് പോയാലും മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു വരാനോ ഇതുപോലെ താമസിക്കാനോ കഴിയില്ലെന്ന് അവനറിയാം. നീയും മൂന്തനും എങ്ങനെയായിരുന്നോ അതുപോലെയാണല്ലോ സച്ചിയും സഞ്ജുവും. സേതു അങ്ങനെ കരുതിയാ മതി. കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ? ഇനി ഇക്കാര്യത്തില് ഒരു വിഷമമൊന്നും വേണ്ട. ഹൽദിക്ക് സച്ചി ഞങ്ങളുടെ കൂടെ വരട്ടെ. കല്യാണം കഴിഞ്ഞാവൻ നെല്ലിശ്ശേരിയിലേക്കല്ലേ വരുന്നേ. സേതു കുട്ടികളോട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്ക്. ശരി അച്ഛാ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ശരി മോനെ, സമാധാനത്തോടെ ഉറങ്ങിക്കാം. എന്താ മോനെ, നീ റൂമിൽ പോയില്ലേ? അവിടെ കിടക്കാൻ തോന്നില്ല മുത്തശ്ശ. ആകെ ഒരു പെടച്ചില്ല മനസ്സില്. മുത്തശ്ശനോട് ഞാനിതിനത് പറയാൻ മടിക്കണം. നാളെ ഹൽദി ചടങ്ങിന് നീ നിന്റെ വീട്ടുകാർക്കൊപ്പം പോകണമെന്ന അഭിപ്രായം സേതു വിളിച്ചു പറഞ്ഞിരുന്നു. നമ്മളൊന്ന് അഴിഞ്ഞു കൊടുക്കുമ്പോഴാണല്ലോ മറ്റുള്ളവർക്ക് പിടിമുറുക്കാൻ അവസരം കിട്ടുന്നത്. നീ ഇവിടുന്ന് പോകുന്നതിന്റെ വേദന എനിക്കുമുണ്ട് മോനെ. മക്കളിലൂടെ എനിക്ക് കിട്ടിയ 2 പേരക്കുട്ടികളാ സഞ്ജുവും ശ്രീകുട്ടിയും. ദൈവം എനിക്ക് തന്ന പേരക്കുട്ടികളാ നീയും അമ്മു. എന്നിട്ട് മുത്തശ്ശന്റെ 2 പേരക്കുട്ടികൾ മാത്രം ഒന്നിച്ച് ജീവിച്ചാൽ മതിയോ? ദൈവം തന്നതെന്ന് മുത്തശ്ശൻ പറയുന്ന പേരക്കുട്ടികള് 2 ദിശകളിലേക്ക് അകന്നു പോട്ടെ എന്നാണോ? ഭംഗിവാക്കുകൾ പറയാനും സാഹചര്യം നോക്കണ്ടേ മുത്തശ്ശ? മോനെ സച്ചി, നീ അങ്ങനെയൊന്നും പറയില്ലടാ. എടാ, എന്തിനാ നീ അതൊക്കെ ഓർക്കുന്നേ? അമ്മ തന്നെയല്ലേ ഇനി ആരുമായിട്ടും ഒരു വിവാഹത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞത്? അന്ന് ഞാനും സ്വാതിയും നിർബന്ധിച്ചിട്ടാ അവള് സമ്മതം മൂടിയത്. ഇനിയിപ്പോ നിന്റെ വീട്ടുകാർ വന്നില്ലായിരുന്നെങ്കിലും അമ്മുവുമായിട്ടുള്ള വിവാഹം നടക്കില്ലായിരുന്നു. ആരോടും പറയാതെ അവള് വീട് വിട്ട് പോവുമായിരുന്നു. പിന്നീടുണ്ടാവുന്ന വേദന ഇതിനേക്കാളും എത്രയോ കഠിനവും വലുതുമാണ്. അവള് ഒരിടത്തും പോകില്ലായിരുന്നടാ. അല്ല സഞ്ജു, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നീയും സ്വാതിയും കാത്തിരിക്കുന്നത് പോലെ ഞങ്ങളുടെ വിവാഹവും ആനന്ദമായി മാറ്റിവെക്കുമായിരുന്നു എന്നാണോ? ഒരിക്കലുമില്ല. മുംബൈയിൽ നിന്നും മടങ്ങി വന്നതിന്റെ അടുത്ത ദിവസം ഞാൻ അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നു. പക്ഷേ നീ എനിക്കതിന് സമയം തന്നില്ല. നിങ്ങളെല്ലാം വെൽ പ്ലാൻഡ് ആയിട്ട് കരുക്കൾ നീക്കി. ഞാൻ തിരിച്ചു വന്നതിന്റെ പിറ്റേന്ന് എന്നോടൊരു വാക്കുപോലും പറയാതെ ആത്മസുഹൃത്തായ നീ എന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ കുരുക്കി. എടാ, ഞാനൊന്നും സത്യമായിട്ട് അറിഞ്ഞിട്ടില്ലടാ. നിന്റെ അച്ഛന് സുഖമില്ലെന്ന് മാത്രമേ അവന്റെ ഏട്ടത്തി എന്നെ വിളിച്ച് പറഞ്ഞുള്ളൂ. പോകുന്നത് എന്റെ വീട്ടിലേക്കാണെന്ന് പറയാത്ത നിലയ്ക്ക് നിന്റെ ഈ കുമ്പസാരത്തിന് ഒരു വിലയുമില്ല. മോനെ, നമുക്ക് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. എന്തിനാ നീ നിന്റെ അച്ഛന് വാക്കുകൊടുത്തത്? നിന്റെ അച്ഛനെ ജീവനോടെ തിരിച്ചു കിട്ടാൻ.
സേതുവിന് പുനർജന്മം തന്നെയാ സംഭവിച്ചത്. നിനക്ക് ഇനിയും ഒരു ചാഞ്ചാട്ടം ഉണ്ടായാൽ നീ നിന്റെ അച്ഛന് വേണ്ടി ചെയ്തൊക്കെ പാഴായി പോകും. മുത്തശ്ശൻ പറയുന്നത് ശാന്തമായ മനസ്സോടെ നീ ഒന്ന് കേൾക്കണം. അനുഭവത്തിന്റെ പരിഗണനയെങ്കിലും മോൻ മുത്തശ്ശന് തരണം. ആരൊക്കെ ഒന്നിച്ച് ജീവിക്കണമെന്നത് ദൈവനിശ്ചയമാണ് മോനെ. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ നിനക്ക് ഇവൾ എന്ന് വിധി കുറിച്ചു വച്ചിട്ടുണ്ടാവും. അതേ സംഭവിക്കൂ. നിന്റെ കാര്യത്തിൽ സംഭവിച്ചതും അതാണ്. നിനക്ക് വിധിച്ച പെണ്ണ് അമ്മുവല്ല, അർച്ചനയാണ്. വിധിച്ചതും കുറിച്ചതും തമ്മിൽ എപ്പോഴൊക്കെ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ വിധിച്ചത് മാത്രമേ ജയിച്ചിട്ടുള്ളൂ. എല്ലാം മനുഷ്യന്റെ സ്വാർത്ഥതയാ. പേരിനൊരു ഭംഗിവാക്ക് വിധി. സച്ചി, ഞാൻ പറഞ്ഞത് അവനെന്താ മോനെ മനസ്സിലാവാത്തത്? നമ്മൾ കാരണം അമ്മു അവനെ ഒഴിവാക്കിന്നാ അവൻ വിശ്വസിക്കുന്നത്. അവനൊരു പെണ്ണിന്റെ മനസ്സ് കാണാൻ കഴിയാതെ പോയി. സമയമെടുത്തേ അവനെല്ലാം മറക്കും. കല്യാണമൊന്ന് കഴിഞ്ഞോട്ടെ. അത് തന്നെയാണ് എന്റെയും പ്രതീക്ഷ. മുത്തശ്ശൻ പോയി കിടക്ക്, സമയം ഒരുപാടായി. വിധിച്ചതും കുതിച്ചതും ഏറ്റുമുട്ടൽ നടത്തുന്നത് എന്റെ ജീവിതത്തിലാണെന്ന് പാവം മുത്തശ്ശൻ അറിയുന്നില്ല. അവനെ നാളെ നെല്ലിശ്ശേരിയിലേക്ക് പറഞ്ഞുവിടാൻ ഞാൻ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല. മറ്റൊരു വീട്ടിൽ നിന്നും പയ്യൻ വരുന്നതിന്റെ പ്രയാസമാ സേതു പറഞ്ഞത്. അവരോട് എവിടെയെങ്കിലും കാത്തു നിൽക്കാൻ പറയണം. എന്നിട്ട് രണ്ടു കൂട്ടർക്കും ചടങ്ങിന് ഒന്നിച്ചു ചെന്നിറങ്ങാം. പിന്നെ ആരുടെ കൂടെ പയ്യൻ വന്നെന്ന് സംശയിക്കില്ലല്ലോ. ഇതെന്താ മോളെ? ചേച്ചി തന്നു കേട്ടാ മുത്തശ്ശി. നാളത്തെ ചടങ്ങിന് മുത്തശ്ശനും മുത്തശ്ശിക്കും ധരിക്കാനുള്ള ഡ്രസ്സുകളാ. കല്യാണത്തിനുള്ള ഡ്രസ്സുകള് ഞാൻ ബാഗിൽ വെക്കുന്നുണ്ട്. ഇതൊടുത്ത് സുന്ദരനും സുന്ദരിയായിട്ട് രണ്ടാളും ഹൽദിക്ക് ഇറങ്ങണം. ഇന്ന് കുറച്ച് നേരത്തെ ഉറങ്ങിക്കോളും. നാളെ ഉറങ്ങാനൊന്നും പറ്റില്ലേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, നാളെ ഡാൻസും പാട്ടും ഒക്കെയാ. ഉറക്കമൊക്കെ പോയി കുട്ടി. ജീവിതത്തിൽ മാറി മാറി വരുന്നത് സന്തോഷവും സന്താപവും. സന്തോഷിക്കേണ്ട സമയത്തും സന്താപമായാലോ. അല്ലേ, ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം എന്താ കാരണം? ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. സച്ചിയുടെ കാര്യം ഓർത്താ മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞത്. കൂട്ടുകാരൻ എന്താ പ്രശ്നം? സന്തോഷത്തിന്റെ ദിവസങ്ങളല്ലേ വരാൻ പോകുന്നേ. നീ എന്താ ഒന്നും അറിയാത്ത പോലെ? നമ്മളെല്ലാവരും ചേർന്ന് അവനെ ചലിച്ചതുപോലെ അവൻ സംസാരിക്കുന്നത്. മുത്തശ്ശൻ അതിൽ ഒരു വിഷമം തോന്നണ്ട. കൂട്ടുകാരന്റെ ആഗ്രഹത്തിനൊത്ത് മുത്തശ്ശൻ നിന്നാലും കൂട്ടുകാരന്റെ ഭാര്യയാവാൻ കഴിയില്ല. കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള വിവേകം കൂട്ടുകാരന് കാണിച്ചൂടെ? മറ്റൊരാള് താലി കെട്ടിയ പെണ്ണല്ലേ ഞാൻ. നീ അത് പറയുന്നതല്ലാതെ അവനോ ഞങ്ങൾക്കോ അങ്ങനൊരാളെ അറിയത്തുകൂടിയില്ല. ആ കല്യാണം നിന്റെ വീട്ടുകാരുകൂടി അംഗീകരിച്ചിട്ടില്ല എന്നതിന് തെളിവല്ലേ നിന്നെ അനുനയിപ്പിച്ചു കൊണ്ടുപോവാൻ നിന്റെ വീട്ടുകാർ വന്നത്. അതിന് സച്ചിയെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല മോളെ. നാളെ കൂട്ടുകാരൻ ഇവിടുന്ന് പോയാ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. രണ്ടുപേരും അതോർത്തിരിക്കാതെ ഉറങ്ങാൻ നോക്ക്. സച്ചി എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടാ പോയത്. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചവനാ ഞാൻ. അവന് നിന്നോടുള്ള ഇഷ്ടം നീ അറിയുന്നതിന് മുമ്പേ അവൻ എന്നോട് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ അവന്റെ ആഗ്രഹത്തിനെതിരെ തിരിഞ്ഞു. നമുക്കെന്തിനു കഴിയും? അവരുടെ ആൾക്കാർ പറയുന്നത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റൂ. രണ്ടു കുടുംബങ്ങൾ തമ്മിൽ ശത്രുതയിലാവാതെ പോവാനല്ലേ ശ്രമിക്കേണ്ടത്. പിന്നെ അമ്മൂന് അവന്റെ കൂടെ ജീവിക്കാനും താല്പര്യമില്ല. എന്റെ ഒരു ആശങ്ക പറയാം വസുമതി. നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. സച്ചിയെ വിശ്വസിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അവന്റെ വീട്ടുകാർക്ക് എപ്പോഴും അറിയില്ല അവന്റെ മനസ്സിലൊരു പെണ്ണ് വേര് പിടിച്ചിരിക്കുന്ന കാര്യം. എങ്കിലും അവരവനെ ഇവിടെ നിർത്തില്ലായിരുന്നു. സേതു കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് സച്ചി എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന്.
അച്ഛനവന്റെ മനസ്സറിയുമോന്ന്. ഞാനെല്ലാം സേതുവിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് പഴി കേൾക്കാൻ ഇടവരുത്തല്ലേ ദേവി. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നാളെ കഴിഞ്ഞ കല്യാണമല്ലേ? ആ നാളെ തന്നെയാ എന്നെ പേടിപ്പിക്കുന്നത്. എന്നെ മാത്രമല്ല, സഞ്ജുവിനെയും. മുത്തശ്ശൻ ഇങ്ങനെ പേടിക്കണമെങ്കിൽ കൂട്ടുകാരൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്.